നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ നഗരസഭ കേരളോത്സവത്തിന് തുടക്കം. സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ തിരൂർ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിറക്കലിൽ ഗോൾഡൻ അക്വേറിയം ഷോപ്പിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. മതസൗഹാർദ്ദത്തിന് മാതൃക. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസാദമൂട്ടു. തിരൂർ ബസ് സ്റ്റാൻഡിൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയുടെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. PDP മനുഷ്യാവകാശ റാലിയും പൊതുസമ്മേളനവും ഡിസംബർ 10 നരിപ്പറമ്പിൽ. വിശദമായ വാർത്തകൾ. തിരൂർ നഗരസഭ കേരളോത്സവം യുവാരവം 2024 വർണ്ണാഭമായ ഘോഷയാത്രയുടെ തുടക്കം. തിരൂർ റിംഗ് റോഡ് പരിസരത്ത് ആരംഭിച്ച ഘോഷയാത്ര തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. യുവാരവം ഘോഷയാത്രയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജിത, ഫാത്തിമത്ത് സജ്ന, റസിയ ഷാഫി, V നന്ദൻ, മിർഷാദ് പാറയിൽ, PKK തങ്ങൾ, ഹാരിസ് ഷാനവാസ്, ഷെരീഫ്, IP സീനത്ത്, സജ്ന അൻസാർ, റജുല തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബശ്രീ, TDRF, ഹരിതകർമ്മസേന, NCC സ്കൗട്ട്, സ്റ്റുഡൻസ് പോലീസ് എന്നിവർ പങ്കാളികളായി. വെട്ടം ന്യൂസ്, തിരൂർ. സംഘപരിവാർ ഭീകരതയ്ക്കും ഭരണകൂട നിസ്സംഗതയ്ക്കുമെതിരെ തിരൂർ മണ്ഡലം കമ്മിറ്റി മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കുറുക്കുളം MLA ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം സംസ്ഥാന നേതാവ് ഷാഫി ചാലിയം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ കരീം അധ്യക്ഷനായി. കുറുക്കുളം മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഗവും വർണ്ണവും പറഞ്ഞ് ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രക്തദാഹികളെ തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തിന് ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ. രാജ്യത്തെ ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ കാരണപ്രസംഗം കൊണ്ടാണ് 2014 ഈ രാജ്യത്തിന്റെ ഭരണം ഫാസിസ്റ്റുകളുടെ കൈകളിലേക്ക് ചെന്നുപെട്ടത്. ഫാസിസ്റ്റുകൾ അതിതീവ്രം പടരുമെന്നും അതിന് വളം വെക്കരുതെന്നും ഈ രാജ്യത്തോട് പറഞ്ഞ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കോൺഗ്രസ്. വെട്ടം ആലിക്കോയ, ഫൈസൽ എടശ്ശേരി, ഇസ്ഹാഖ്, AK സൈതാലിക്കുട്ടി, പാറയിൽ അലി, K കുഞ്ഞിപ്പ, ഷഫീഖ് വെട്ടം, അഡ്വക്കേറ്റ് ലായിക് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ചിറക്കലങ്ങാടിയിലെ ഗോൾഡൻ അക്വേറിയം ഷോപ്പിന്റെ പൂട്ട് പൊളിച്ച് മോഷണം. ഷോപ്പിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മത്സ്യങ്ങളെ കൊന്നൊടുക്കി. കടയിൽ സൂക്ഷിച്ചിരുന്ന 5000-ഓളം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 20,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കട ഉടമ പുന്നശ്ശേരി ബൈജു പറഞ്ഞു. 10 രൂപയുടെ നഷ്ടം എനിക്ക് മീനിന് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ക്യാഷിന് ഒരു 5000 രൂപ ഉണ്ടായിരുന്നു, അതും പോയിട്ട്. മീനിനൊക്കെയാണെന്ന് പറഞ്ഞാൽ വല്ല വിലപിടിപ്പുള്ള മീനുകൾ, പിന്നെ റെട്ടയിൽ അങ്ങനത്തെ പോലെ വലിയ മീനുകളാണ് അന്ന് പോയിട്ടുള്ളത്. പിന്നെ അതേമാതിരി വലിയ കാർപ്പ് അങ്ങനെയൊക്കെ പിടിച്ച് കൊന്നിടുകയാണ് ചെയ്തത്. താനൂർ CI, SI എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ കെമിക്കൽ സ്ഥാപനത്തിലും മോഷണ ശ്രമവും സ്കൂൾ പടി സൂപ്പർമാർക്കറ്റിലും ഹാർഡ്വെയർസിന്റെയും പൂട്ട് തകർത്ത് മോഷണം നടത്തിയിട്ടുണ്ട്. വെട്ടം ന്യൂസ്, താനൂർ. താനൂർ ശോഭപ്പറമ്പ് ശ്രീകുരുംബ ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിൽ നടത്തിയ പ്രസാദ ഊട്ടിന് ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളായ നടക്കാവ്, കാരാട് പ്രദേശങ്ങളിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ഭാഗമായി. വൃശ്ചിക മാസത്തിലെ തിരുവോണ നാളിലാണ് ദേവിയുടെ പിറന്നാളാഘോഷം.
നടക്കാവ് പള്ളി മഹല്ല് ഭാരവാഹികളായ കാസി കുഞ്ഞാമ ഫൈസി, പ്രസിഡന്റ് ടി അബൂബക്കർ, ജനറൽ സെക്രട്ടറി പി കെ ബാവ ഹാജി, സെക്രട്ടറി VPO അസൻ, ഒ ജബ്ബാർ ഹാജി, RSP മുഹമ്മദ് കുട്ടി, KM മുഹമ്മദ് കുട്ടി, CV സുബൈർ, ഫിർദൌസ് എന്നിവരും കാരാട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ TP അബ്ദുൽ കരീം, മുനീർ എന്നിവരും പ്രസാദ ഊട്ടിനെത്തി. തന്ത്രി കല്ലൂർ മനയിൽ അനിയൻ നമ്പൂതിരിപ്പാടും, കല്ലൂർ മനയിൽ കൃഷ്ണജിത്ത്, മാതാ അമൃതാനന്ദമയി സ്വാമിനി അതുല്യാമൃത പ്രാണ, ക്ഷേത്ര പൂജാരി രാജീവ് ആവേൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പ്രസാദ ഊട്ടിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് K വേണുഗോപാൽ, സെക്രട്ടറി A ഉണ്ണി, ക്ഷേത്ര ഊരാളൻ OK രവി മേനോൻ, OK മധു, T അശോകൻ, VP അനൂപ് എന്നിവർ പ്രസാദ ഊട്ടിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയുടെ ഭാഗമായി ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തിരൂർ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും സംയുക്തമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. തിരൂർ അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് ഫോഴ്സും സംയുക്തമായാണ് ബോധവൽക്കരണം നടത്തിയത്. കണ്ടുനിന്നവർക്ക് രക്ഷാപ്രവർത്തനം പരിശീലിക്കാനും അവസരമൊരുക്കി. ബസ് ജീവനക്കാരൻ ഉൾപ്പെടെ 2 പേർ പരിശീലനത്തിൽ പങ്കാളികളായി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK മദനമോഹനൻ നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VC രഘുരാജ്, P ആദർശ്, വിഷ്ണു, രവീന്ദ്രൻ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ സായ് കുമാർ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ K ഉമറുൽ ഫാറൂഖ്, M അബ്ദുൽ കരീം, K സഫ്വാൻ, T ധനീഷ്, രമിഷ C, ഷാജി, ആദർശ്, AT ഇസ്മായിൽ, സാബിദ് അക്കര, P മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 PDP മനുഷ്യാവകാശ റാലിയും സമ്മേളനവും നരിപ്പറമ്പിൽ സംഘടിപ്പിക്കും. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വവും നീതിയും ഉറപ്പാക്കുക എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കഴിഞ്ഞ മനുഷ്യാവകാശ ദിന പ്രമേയം. സമ്മേളനത്തിൽ KT ജലീൽ MLA, TK ഹംസ, CK അബ്ദുൽ അസീസ്, ശശി പൂവൻചിന, ഇബ്രാഹിം തിരൂരങ്ങാടി, സുബൈർ വെട്ടിയാനിക്കൽ, ഷബീബ് പുതുപ്പള്ളി, സക്കീർ പരപ്പനങ്ങാടി, ഹസൈൻ കാടാമ്പുഴ, സലാം മൂന്നിയൂർ, ഷാഹിർ മൊറയൂർ, ഹബീബ് കാവനൂർ, EV അനീഷ് എന്നിവർ പങ്കെടുക്കും. 76ാമത് മനുഷ്യാവകാശ ദിനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കഴിഞ്ഞ 75ാം മനുഷ്യാവകാശ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച പ്രസ്താവന എല്ലാവർക്കും സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ 75ാം വാർഷികം കഴിഞ്ഞ് 76ലേക്ക് മനുഷ്യാവകാശ ദിനം എത്തിപ്പെടുമ്പോഴും നമ്മുടെ രാജ്യം ഏതവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. UP-യിലും ആന്ധ്രയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ. എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കഴിഞ്ഞ മനുഷ്യാവകാശ ദിന പ്രമേയം. പത്രസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംലിക് കടകശ്ശേരി, തവനൂർ മണ്ഡലം പ്രസിഡന്റ് സൈതാലിക്കുട്ടി ചമ്രവട്ടം, തിരൂർ മണ്ഡലം സെക്രട്ടറി ഫൈസൽ കന്മനം, തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി തിരൂർ, തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ ബീരാജിറ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.